കുറച്ചു ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞുപോയി. കാന്തിയുടെ മനസ്സിലെ ഭീകരമായ ഓർമ്മകൾ അവളെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നു. മഹാദേവന്റെ ഒപ്പം പല സ്ഥലങ്ങളിലേക്ക് പോകുന്നുണ്ടെങ്കിലും അതൊന്നും ആസ്വദിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. മുറിവേറ്റ അവളുടെ മനസ്സ് വിങ്ങിക്കൊണ്ടിരുന്നു. കുറെ തവണ അവൻ ചെയ്തുപോയ തെറ്റിനു മാപ്പ് പറഞ്ഞെങ്കിലും അവളുടെ മനസ്സിലുണ്ടായ കനലിനെ ഉണക്കാൻ അതിനു കഴിഞ്ഞില്ല. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം മഹാദേവന്റെ ബെസ്റ്റ് ഫ്രണ്ടായ ഡോക്ടർ അതുലിന്റെ വീട്ടിൽ വിരുന്നു താമസിക്കാൻ ഇവർക്ക് ക്ഷണം കിട്ടി. അതുലും ഭാര്യയും ഫിൻലാൻഡിലെ ഡോക്ടേഴ്സാണ്. അവർ താമസിക്കുന്നതും ജോലി ചെയ്യുന്നതും അവിടുത്തെ ഗ്രാമങ്ങളിലായിരുന്നു. നഗരത്തിനെ വെച്ച് നോക്കുമ്പോൾ ഗ്രാമപ്രദേശങ്ങളിൽ ജനസംഖ്യ വളരെ കുറവാണ്. അതുപോലെ തന്നെ കെട്ടിടങ്ങളും വിരളമാണ്. ഒരു വീടിന് ശേഷം അടുത്ത വീട് കാണാൻ വളരെ ബുദ്ധിമുട്ടാണ്. അടുത്തടുത്ത് വീടുകൾ തന്നെയില്ല. അയൽവക്കക്കാരുമായി പരസ്പരം ഒരു ബന്ധവുമില്ലാത്ത ഏരിയ. തൊട്ടടുത്ത് താമസിക്കുന്നവരുമായി ഒരു ബന്ധവും ഉണ്ടാകില്ല. അവിടെ 2 ദിവസം താമസിക്കാനായി കാന്തിയും മഹാദേവനും അങ്ങോട്ട് പുറപ്പെട്ടു. വലിയ ഇരുനില കെട്ടിടത്തിന് മുന്നിൽ മഹാദേവൻ കാറ് നിർത്തി. ഇവർ വന്നതും പുഞ്ചിരിച്ചുകൊണ്ട് 2 പേർ വീടിനുള്ളിൽ നിന്നും പുറത്തേക്ക് വന്നു. ഡോക്ടർ അതുലും ഡോക്ടർ ജയശ്രീയും. അതുൽ മഹാദേവനെ പോലെ കാർഡിയോളജിസ്റ്റ് ആണ്, ജയശ്രീ ഫിസിഷ്യനും. ഹലോ സൂര്യകാന്തി, ഇനി 2 ദിവസം ഞങ്ങളുടെ ഈ വീട്ടിൽ വിരിയട്ടെ, കാന്തിയോടായി പുഞ്ചിരിച്ചുകൊണ്ട് അതുൽ പറഞ്ഞു. കാന്തിയും തിരിച്ചു ഒരു ചെറു പുഞ്ചിരി നൽകി. എന്താണ് യുവമിഥുനങ്ങൾ, ഫിൻലാൻഡ് മുഴുവൻ ചുറ്റിക്കറങ്ങിയോ? അതുൽ ചോദിച്ചു. കുറച്ചൊക്കെ. പിന്നെ ഈ കൊടും തണുപ്പ്, അത് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. ചില സമയത്തൊക്കെ നാവൊക്കെ കുഴഞ്ഞു പോവും, മഹാദേവൻ പറഞ്ഞു. പിന്നെ നീ എന്തു വിചാരിച്ചിട്ടാടാ വിവാഹം കഴിഞ്ഞതിന്റെ അന്ന് ഹണിമൂൺ ആഘോഷിക്കാൻ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ഇവിടെ ചൂടാണെന്ന് കരുതിയോ? അതുൽ അവനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. കൊടും തണുപ്പാണെന്ന കാര്യം അറിയാം, പക്ഷെ ഇതുപോലെയുള്ള കോച്ചും തണുപ്പാണെന്ന് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്. എന്റെ പൊന്നളിയോ, കയ്യിലെ ഗ്ലൗസ് ഊരിയാൽ കൈ തണുത്തു മരവിക്കും. നമ്മൾ മലയാളികൾക്ക് ഗ്ലൗസ് ഒന്നും ഇട്ട് അധികം ശീലമില്ലല്ലോ. അതുകൊണ്ട് 2 കൈയിലും കാലിലും എന്തോ തടസ്സമുള്ളതുപോലെ ഫീൽ ചെയ്യുന്നു. ഡെയിലി 2 നേരം വെച്ച് കുളിച്ചിരുന്നവനാ ഞാൻ, ചിലപ്പോൾ 3 നേരവും. ഇവിടെ വന്നിട്ട് കുളി ഒന്നരാടമാക്കി. പറ്റുന്നില്ല എന്റെ പൊന്നളിയോ, മഹാദേവൻ പറഞ്ഞു. വിന്റർ ആയാൽ ഞാനും ശ്രീയുമെല്ലാം 3 ദിവസം കൂടുമ്പോഴേ കുളിക്കൂ, അതും ചൂടുവെള്ളത്തിൽ. എന്നിട്ട് പോലും കുളിച്ചിറങ്ങുമ്പോൾ ശരീരം വിറയ്ക്കും, അതുൽ പറഞ്ഞു. അത് നീ പണ്ടും കുളിക്കാറില്ലല്ലോ. പണ്ട് നമ്മൾ ഒരുമിച്ച് ഹോസ്റ്റലിലായിരുന്നപ്പോൾ കുളിക്കാൻ ഏറ്റവും കൂടുതൽ മടി കാണിച്ചിരുന്നവൻ ഇവനാണ്, മഹാദേവൻ ജയശ്രീയോടായി പറഞ്ഞു. കേട്ടതും ജയശ്രീ പൊട്ടിച്ചിരിച്ചു. എന്നിട്ടാണോ എന്നോട് പറഞ്ഞത് നാട്ടിൽ 2 നേരം വെച്ച് കുളിച്ചിരുന്നു എന്ന്? ജയശ്രീ കളിയാക്കി. വിരുന്നിന് വിളിച്ചത് പാരയായോ ഈശ്വര, അതുൽ മനസ്സിൽ ചിന്തിച്ചു. എന്നിട്ട് പറഞ്ഞു. കൂട്ടുകാരാ, വർഷങ്ങൾക്ക് ശേഷം നമ്മൾ കണ്ടതല്ലേ, അപ്പോഴേക്കും എന്നെ പാര വെക്കാതെ. ദേ നിന്റെ ഭാര്യ ഈ കൊടും തണുപ്പിലും അവിടെ നിന്ന് വിയർക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ പെണ്ണുങ്ങൾ അടുക്കളയിൽ പോയി ചായ ഇട്ടിട്ട് വാ. അതുൽ അപ്പോൾ തന്നെ വിഷയം മാറ്റിവിട്ടു. ജയശ്രീ കാന്തിയെയും കൂട്ടി അകത്തേക്ക് കയറിപ്പോയി. പാവം കുട്ടി, കാന്തി പോയ വഴിയെ നോക്കി അതുൽ പറഞ്ഞു. യഥാർത്ഥ സ്വഭാവം ആ പെണ്ണിനോട് എടുത്തു തുടങ്ങിയോ നീ? അതിന്റെ മുഖം കണ്ടാൽ അറിയാം ആളത്ര ഹാപ്പി അല്ല എന്ന്. ഹണിമൂൺ ആഘോഷിക്കുന്നതിന്റെ ഒരു സന്തോഷവും അതിന്റെ മുഖത്തില്ല. എന്തിനാടാ ഈ പാപമൊക്കെ വലിച്ചു തലയിൽ കയറ്റുന്നത്? ക്ഷമിക്കാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങ് ക്ഷമിക്കുക. ഏതായാലും നീ അവളെ കെട്ടിയില്ലേടാ. ഇനി അവളോട് പ്രതികാരം ചെയ്യാൻ പോയാൽ അവളുടെ ജീവിതം മാത്രമല്ല നിന്റെ ജീവിതവും നശിക്കും. പ്ലീസ് മഹാദേവ, സ്വന്തം ജീവിതം വെച്ച് ഇങ്ങനെ കളിക്കല്ലേടാ, അവൻ മഹാദേവനെ നോക്കി അപേക്ഷിക്കുന്നത് പോലെ പറഞ്ഞു. കഴിഞ്ഞോ നിന്റെ ഉപദേശം എന്ന് പറഞ്ഞ മഹാദേവൻ അതുലിന്റെ മുഖത്തേക്ക് നോക്കി. അവന്റെ കണ്ണുകളിൽ അഗ്നി എരിയുകയായിരുന്നു അപ്പോൾ. ക്ഷമ, ആ വാക്ക് ഒട്ടും അർഹിക്കാത്തവനാണ് ഗോപാലകൃഷ്ണൻ. മാന്യതയുടെ മുഖമുടിയിട്ട ചെന്നായിയാണ് അയാൾ. ഈ ലോകത്ത് കൊടും കുറ്റവാളികളോട് പോലും ചിലപ്പോൾ ഞാൻ ക്ഷമിച്ചു എന്ന് വരും. അയാളോടും അയാളുടെ കുടുംബത്തിനോടും ഞാൻ ക്ഷമിക്കില്ല. ഈ 1 മാസം കൂടി അങ്ങ് കഴിയട്ടെ. കാന്തിയെ ഞാൻ പിച്ചി ചീന്തി തെരുവിലേക്ക് വലിച്ചെറിയും. ഞാൻ തെരുവിലെ പേപ്പട്ടികൾക്കെല്ലാം അവളെ എറിഞ്ഞു കൊടുക്കും. അത് അയാൾ കാണണം. അവസാനം ഒരു തെരുവ് വേശിയാക്കി മാറ്റും ഞാൻ അവളെ, ദേഷ്യം കൊണ്ട് വിറച്ച് മഹാദേവൻ പറഞ്ഞു. നീ എന്തൊക്കെയാടാ ഈ പറയണേ? ഒന്നുമില്ലെങ്കിലും നീ താലി കെട്ടിയ നിന്റെ പെണ്ണല്ലേ അവള്? അവളെ പറ്റി ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് തന്നെ തെറ്റല്ലേ? അതുൽ അല്പം ദേഷ്യത്തോടെ പറഞ്ഞു. താലിയല്ല, കൊലക്കയറാണ് ഞാൻ അവളുടെ കഴുത്തിൽ കെട്ടിയത്. ആ കയർ മുറുക്കി അവളുടെ കുടുംബത്തിലെ എല്ലാവരെയും ഞാൻ കൊല്ലും, അവസാനം അവളെയും. അത് പറയുമ്പോൾ അവൻ ഒരു ചെകുത്താനായി മാറിക്കഴിഞ്ഞിരുന്നു. എടാ, നീ എന്താ ഇങ്ങനെ? ആ പഴയ നിഷ്കളങ്കനായ മഹാദേവനിൽ നിന്നും നീ ഒരുപാട് മാറിയല്ലോ. എനിക്കിപ്പോൾ നിന്നെ കാണുമ്പോൾ പേടി തോന്നുന്നു.
ഞാൻ കണ്ടിട്ടുള്ള എന്റെ പഴയ ഫ്രണ്ടല്ല നീ. അതുൽ നിരാശയോടെ പറഞ്ഞു. സാഹചര്യങ്ങളാണ് നമ്മളെ മാറ്റിയെടുക്കുന്നത്. എനിക്കും എന്റെ കുടുംബത്തിനും ഇനി ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, ഗോപാലകൃഷ്ണന്റെ കുടുംബം നശിപ്പിക്കുക. ഞങ്ങളുടെ ജീവിതം ഞങ്ങൾക്ക് പ്രശ്നമല്ല. എടാ, കാന്തിയുടെ അച്ഛനെ നീ എന്തു വേണമെങ്കിലും ചെയ്തോ, പക്ഷെ ആ പെണ്ണിനെ നിനക്ക് വെറുതെ വിട്ടുകൂടെ? അതൊരു പാവം പെങ്കൊച്ചല്ലേ? അതുൽ പറഞ്ഞു. ഓ, ഒരു പാവം പെങ്കൊച്ച്, പരിഹാസപൂർവ്വം ചിരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. നിനക്കറിയോ അതുൽ, ഇവർക്കൊരു ട്യൂഷൻ ക്ലാസ് ഉണ്ടായിരുന്നു വീടിന് മുമ്പിൽ. അവിടെ എൻട്രൻസ് കോച്ചിങ് എന്ന് പറഞ്ഞാണ് അവർ തുടങ്ങിയത്. പക്ഷേ അവിടെ നടന്നത് പഠിപ്പിക്കലല്ലായിരുന്നു. ഇവളുടെ അച്ഛനെ പെണ്ണ് പിടിക്കാനായി തുടങ്ങിയ ഒരേ ഒരു സ്ഥാപനമായിരുന്നു അത്. അതിന്റെ ഇരയാകേണ്ടി വന്നത് എന്റെ കൂടപ്പിറപ്പാണ്. ഇപ്പോഴും എന്റെ കൂടപ്പിറപ്പിന്റെ കണ്ണീര് തോർന്നിട്ടില്ല, അവൻ ദേഷ്യത്താൽ വിറച്ചുകൊണ്ട് പറഞ്ഞു. മഹാദേവന്റെ ദേഷ്യം കണ്ടതും അതുൽ പേടിച്ചുപോയി. പിന്നെ അവൻ ഒന്നും പറയാൻ നിന്നില്ല. കുറച്ചു സമയം അവർ പരസ്പരം സംസാരിച്ചുകൊണ്ടിരുന്നു. ജയശ്രീയും കാന്തിയും കൂടി ഇന്ത്യൻ ഫുഡുകൾ ഉണ്ടാക്കി അവർ കഴിക്കാനിരുന്നു. ഇന്ത്യൻ ഫുഡ് കണ്ടതും മഹാദേവന്റെ കണ്ണ് നിറഞ്ഞുപോയി. കുറെ ദിവസമായി എന്റെ പൊന്നളിയോ ഇവിടുത്തെ ഫുഡ് കഴിക്കുന്നു. എന്നും ബ്രെഡിന്റെ വെറൈറ്റികൾ മാത്രം, തിന്നു തിന്നു മട്ടി. നമ്മൾ മലയാളികൾക്ക് അരിയാഹാരമില്ലാതെ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അവർ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നു. ചൂട് നിലനിർത്തുന്ന നെരിപ്പോട് പോലുള്ള ഒരു റൂമിലേക്ക് കടന്നതും ആ കൊടും തണുപ്പിൽ നിന്നും ഒരു മോചനം കിട്ടിയതുപോലെ കാന്തിക്ക് തോന്നി. ജയശ്രീയുടെ സാമീപ്യം കാന്തിക്ക് ആശ്വാസമായിരുന്നു. അവിടെ വന്നതും അവളുടെ മുഖത്തിന് ഒരു തെളിച്ചം വന്നു. ആഹാ, തന്റെ മുഖത്തൊരു പ്രകാശം കാണുന്നുണ്ടല്ലോ. ഇത്രയും ദിവസം കാർമേഘം ഉരുണ്ടുകൂടിയിരിക്കുകയായിരുന്നു, ഇപ്പോൾ തെളിഞ്ഞ ആകാശം പോലെയുണ്ട്. അവൻ അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്താടോ, എന്നോടുള്ള ദേഷ്യം മാറിയോ? അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. എനിക്ക് ദേഷ്യമൊന്നുമില്ല. പിന്നെ അന്നത്തെ സംഭവം എന്നെ ഒരുപാട് ഭയപ്പെടുത്തിയിരുന്നു. അതാ ഞാൻ അങ്ങനെയൊക്കെ പെരുമാറിയത്. സോറി, അവൾ പറഞ്ഞു. താൻ എന്തിനാടോ അതിന് എന്നോട് സോറി പറയുന്നത്? ആദ്യമായി വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന മിക്ക ദമ്പതികളും അനുഭവിക്കുന്നതാണ് ഇതൊക്കെ. അല്ല, താൻ വീട്ടിലേക്ക് വിളിച്ചോ? ആ, വിളിച്ചിരുന്നു. അച്ഛൻ ചോദിച്ചു എന്നാ തിരിച്ചു വരണത് എന്ന്. തനിക്കെന്താ തിരിച്ചു പോകാൻ തിടുക്കമായോ? അതല്ല, അവരെയൊക്കെ കണ്ടിട്ട് കുറെ നാളായില്ലേ, അതുകൊണ്ടാ, അവൾ പറഞ്ഞു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ കാന്തി? അവൻ തീക്ഷ്ണമായി അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു. എന്താ? നിങ്ങളുടെ വീടിന്റെ മുൻവശത്തായി ഒരു ചെറിയ ബിൽഡിംഗ് ഉണ്ടല്ലോ, പൂട്ടിക്കിടക്കുന്ന ഒരു ഇരുനില കെട്ടിടം. അതെന്താണ് അങ്ങനെ കിടക്കുന്നത്? മൊത്തമാകെ പൊടി പിടിച്ചു കിടക്കുന്നല്ലോ, അവൻ ചോദിച്ചു. അത് സാർ, അതൊരു ട്യൂഷൻ ക്ലാസ് ആയിരുന്നു. ചില പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അത് പൂട്ടേണ്ടി വന്നു. പിന്നീട് അത് നടത്താനുള്ള മനസ്സ് അച്ഛനുണ്ടായില്ല, അവൾ താഴെ നോക്കിക്കൊണ്ട് പറഞ്ഞു. മഹാദേവന്റെ മുഖം അപ്പോൾ ദേഷ്യം കൊണ്ട് ചുമന്നിരുന്നു. എന്തു പ്രശ്നം? ശബ്ദം കനപ്പിച്ച് അവൻ ചോദിച്ചു. അവന്റെ കണ്ണുകളിൽ തീ ആളുകയായിരുന്നു അപ്പോൾ. അത് പിന്നെ കുട്ടികളുമായുള്ള എന്തോ ചെറിയ പ്രശ്നങ്ങൾ, കാന്തി അല്പം വിക്കലോടെ പറഞ്ഞു. കൂർപ്പിച്ചുള്ള അവന്റെ നോട്ടം കണ്ടതും ആ നോട്ടം സഹിക്കാൻ പറ്റാതെ അവൾ മുഖം തിരിച്ചു. അവൻ അപ്പോൾ തന്നെ എഴുന്നേറ്റ് ബാൽക്കണിയിലേക്ക് പോയി. ഒരു സിഗരറ്റ് എടുത്ത് കത്തിച്ച് ആകാശത്തേക്ക് നോക്കി നിന്നു. നിനക്ക് പറയാൻ കഴിയില്ല കാന്തി, അത്രയ്ക്ക് ചീഞ്ഞളിഞ്ഞതാണ് നിന്റെ അച്ഛന്റെ കഥകൾ എന്നൊക്കെ ചിന്തിച്ചു നിൽക്കവേ അവന്റെ മനസ്സിലേക്ക് പഴയ ഓർമ്മകൾ ഓടി വന്നു. MBBSന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന കാലം. വീട്ടിൽ നിന്നും ഒരു ഫോൺ കോൾ അവനെ തേടിയെത്തി. ആ വാർത്ത കേട്ടതോ അവൻ ഞെട്ടിപ്പോയി. തന്റെ കുഞ്ഞനുജത്തി ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്നു, അതും പഠിപ്പിക്കുന്ന അധ്യാപകനിൽ നിന്നും. താൻ പഠിക്കുന്ന മെഡിക്കൽ കോളേജിൽ തന്നെയാണ് അവളെയും അഡ്മിറ്റ് ചെയ്തത്. തന്റെ കുഞ്ഞനുജത്തിയെ കാണാൻ അവൻ ഓടിച്ചെന്നു. ആ കാഴ്ച കണ്ട് അവൻ ഞെട്ടിപ്പോയി. അവളുടെ ശരീരത്തിൽ ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടായിരുന്നു. പഴുത്തിരിക്കുന്ന മുറിവിൽ നിന്നും മഞ്ഞ പഴുപ്പ് നിറഞ്ഞിരുന്നു. വേദന കൊണ്ട് അലറിക്കരയുന്ന തന്റെ കുഞ്ഞു പെങ്ങളെ അവൻ ചേർത്ത് പിടിച്ചു. ഈ കാഴ്ചകളൊക്കെ ഒരു സിനിമ പോലെ മഹാദേവന്റെ മനസ്സിലേക്ക് വന്നതും ഒരു കൈ വന്ന് അവന്റെ തോളിൽ സ്പർശിച്ചതും ഒരുമിച്ചായിരുന്നു. പെട്ടെന്ന് ഞെട്ടിത്തിരിഞ്ഞ അവൻ പുറകിലേക്ക് നോക്കിയതും അവനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന കാന്തിയെയാണ് അവൻ കണ്ടത്. അവന്റെ മനസ്സപ്പോൾ പ്രതികാരത്താൽ ജ്വലിക്കുകയായിരുന്നു. കയ്യിലുണ്ടായിരുന്ന സിഗരറ്റ് കുറ്റിയെടുത്ത് അവളുടെ കയ്യിൽ കുത്തിയിറക്കി അവൻ. പെട്ടെന്നുണ്ടായ കഠിനമായ വേദന സഹിക്കാൻ കഴിയാതെ കാന്തി അലറിക്കരഞ്ഞു.